എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 പ്രവേശനത്തിന് വേണ്ടിയുള്ള ആദ്യത്തെ അലോട്ട്മെന്റിന്റെ ലിസ്റ്റ് ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. 5 മണിക്ക് നമുക്ക് സൈറ്റിൽ കയറിയാൽ നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ സാധിക്കും. +1 പ്രവേശനത്തിന് അപേക്ഷ കൊടുത്തിട്ടുള്ള അലോട്ട്മെന്റിൽ പങ്കെടുത്തിട്ടുള്ള കുട്ടികൾക്ക്, അതായത് നമ്മൾ അക്ഷയ സെന്ററിലൊക്കെ പോയിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ ഏത് സ്കൂളിൽ ആണ് നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ടുള്ളത്, നിങ്ങൾ കൊടുത്ത ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇന്ന് 5 മണി മുതൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ 5 മണിക്കാണ് പ്രസിദ്ധീകരിക്കുക. ആ ലിസ്റ്റ് പ്രകാരം, ആ പ്രസിദ്ധീകരിച്ച ലിസ്റ്റ് പ്രകാരം നിങ്ങൾ നാളെ, അതായത് ജൂൺ 3-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ നമുക്ക് പ്രവേശനം നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള സമയമുണ്ട്. എന്ന് വെച്ചിട്ട് വൈകുന്നേരം 5 മണി വരെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് 2 ഷീറ്റ് കിട്ടും. അത് എവിടുന്ന കിട്ടുക? അത് നമ്മൾ അക്ഷയ സെന്ററിൽ പോയിട്ട് ഹയർ സെക്കൻഡറി വകുപ്പിന്റെ ഈ +1 പ്രവേശന വെബ്സൈറ്റിൽ അതിന്റെ കാൻഡിഡേറ്റ് ലോഗിൻ പരിശോധിച്ച് നിങ്ങൾക്ക് അലോട്ട്മെന്റിന്റെ ആ ഒരു നില അറിയാം എന്നാണ് പറയുന്നത്. നിങ്ങൾ കൊടുത്ത സ്കൂൾ, സെലക്ട് ചെയ്ത സ്കൂൾ പ്രകാരം തന്നെയാണോ അഡ്മിഷൻ നിങ്ങൾക്ക് ശരിയായിട്ടുള്ളത് എന്നുള്ളത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പ്രവേശനത്തിന് 3 ഘട്ടങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ഒന്നാമത്തെ ഈ അലോട്ട്മെന്റ് എന്ന് പറയുന്നതിന് 3 ഘട്ടങ്ങളുണ്ട്. അപ്പൊ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് പ്രസിദ്ധീകരിക്കുന്നത് പോലെ തന്നെ ജൂൺ 10-ാം തീയതി വീണ്ടും ഒരു അലോട്ട്മെന്റ് കൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ്. ശേഷം ജൂൺ 16-ാം തീയതി 3-ാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓക്കെ, 3-ാം അലോട്ട്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് 16-ാം തീയതിയാണ്. അപ്പോൾ 3 ഓപ്ഷനിൽ നമുക്കിവിടെ കിട്ടും. അതായത് ഇപ്പൊ നാളെ നമുക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു അലോട്ട്മെന്റ് വരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം വ്യാഴാഴ്ച ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായതിനു ശേഷം ജൂൺ 10-ാം തീയതി 2-ാം അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം 3-ാം അലോട്ട്മെന്റ് 16-ാം തീയതി, ജൂൺ 16-ാം തീയതിയാണ് പ്രസിദ്ധീകരിക്കുക. അങ്ങനെയാണ് ജൂൺ 18-ന് ക്ലാസ്സുകൾ തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു 3 അലോട്ട്മെന്റ് പ്രകാരം അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികൾ ഏതേത് സ്കൂളിലാണോ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് അത് പ്രകാരം അവരുടെ അഡ്മിഷൻ അവിടെ പൂർത്തിയാകും. 18-ാം തീയതി മുതൽ അവർക്ക് കൃത്യമായിട്ട് ക്ലാസ് തുടങ്ങുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെ ചിലപ്പോൾ നമുക്ക് കിട്ടണം എന്നില്ല. അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഈ അലോട്ട്മെന്റ് വന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫീ അടച്ച് അഡ്മിഷൻ എടുക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഫീ അടച്ച് ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ കൊടുത്ത സ്കൂൾ ഏതാണോ ആ സ്കൂളിൽ തന്നെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ വരുന്നതെങ്കിൽ, അലോട്ട്മെന്റ് അതിലേക്ക് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുഴുവൻ ഫീയും കൊടുത്ത് അവിടെ അഡ്മിഷൻ എടുക്കണം. ഓക്കെ, അത് നിർബന്ധമാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാത്ത സ്കൂളിലാണ് കിട്ടിയതെങ്കിൽ അതിലും നിങ്ങൾ എന്ത് ചെയ്യണം? അഡ്മിഷൻ എടുക്കുക. താൽക്കാലിക അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷനുകൾ വരുമ്പോൾ, നെക്സ്റ്റ് അലോട്ട്മെന്റുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ മാറാനുള്ള ഓപ്ഷൻ കിട്ടും. ഓക്കെ, അതിനനുസരിച്ച് അങ്ങനെ മാറാവുന്നതാണ്. സ്കൂൾ ചേഞ്ചസ് ഒക്കെ പിന്നീട് നമുക്ക് വരുന്നതാണ്. ഓക്കെ, പിന്നെ ഇവിടെ രണ്ടാമത്തെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അലോട്ട്മെന്റ് തീരെ ഈ പറഞ്ഞ 3 അലോട്ട്മെന്റിലും ഇപ്പോ നാളെ മുതലുള്ള അഡ്മിഷൻ, അതുപോലെ തന്നെ 10-ാം തീയതി, 16-ാം തീയതി, അങ്ങനെ 18-ാം തീയതി ക്ലാസ് തുടങ്ങുന്നു. അതിൻ്റെ ഉള്ളിൽ കിട്ടാത്ത ഏതെങ്കിലും കുട്ടികൾ, അഡ്മിഷൻ എവിടെയും ശരിയാവാത്ത കുട്ടികൾ ഉണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് വേണ്ടിയിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് വീണ്ടും വരും. ഓക്കെ, അപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ഓപ്ഷനുകളൊക്കെ കൊടുത്തിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും ഓപ്ഷനുകളൊക്കെ കൊടുക്കുക, എന്നിട്ട് അപേക്ഷ പുതുക്കി വെക്കുക. ഓക്കെ, അത് ജൂൺ 28 മുതൽ ജൂലൈ 23 വരെയാണ് ആ സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ടാവുക. ഓക്കെ, ജൂൺ 28 മുതൽ ജൂലൈ 23 വരെ സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് അവിടെ കിട്ടുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തതിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സ്കൂളിൽ തന്നെയാണ്, നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ തന്നെയാണ് കിട്ടിയതെങ്കിൽ തീർച്ചയായും അവിടെ നിങ്ങൾ ഫീ അടച്ച് ചേരണം, നിർബന്ധമാണ്. ചേർന്നില്ലെങ്കിൽ, ഈ ഒരു അലോട്ട്മെന്റിലൊന്നും പങ്കെടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് വീണ്ടും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപ്ലൈ ചെയ്യാനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളിൽ അപേക്ഷ കൊടുക്കാനോ ഒന്നും സാധ്യമല്ല. ഓക്കെ, പഠിക്കാൻ സാധ്യമല്ല. അങ്ങനത്തെ ഒരു വിഷയങ്ങൾ വരും. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇഷ്ടപ്പെടാത്ത സെക്കൻഡ് ഓപ്ഷനിലോ തേർഡ് ഓപ്ഷനിലോ ഫോർത്ത് ഓപ്ഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ അല്ലാതെ വേറെ ഏതെങ്കിലും ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കണം. അത് താൽക്കാലിക അഡ്മിഷൻ ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ നമ്മൾ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടുന്ന രീതിക്ക് അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റ് ഒക്കെ കിട്ടുന്ന രീതിക്ക് നമ്മൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, പ്രവേശന സമയത്ത് നമ്മൾ പിന്നെ എന്താണ് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തൊക്കെയാണെന്നറിയോ? നമ്മളുടെ 10ാം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് TC കിട്ടിയിട്ടുണ്ടാവും. ആ ഒറിജിനൽ TC നിർബന്ധമാണ്. അതുപോലെ തന്നെ നമ്മളുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, അതായത് നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. അതും രണ്ടും നിർബന്ധമാണ്. ഓക്കെ, അതായത് പ്രവേശന സമയത്ത് നമ്മൾ ഹാജരാക്കേണ്ട സർട്ടിഫിക്കറ്റുകളാണ്. ഒന്ന് TC, ഓക്കെ, ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ്. രണ്ടാമത്തെ നമ്മുടെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് ആണ്. കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. ഓക്കെ, ഇനി SLC ബുക്കിന്റെ ഒരു വിഷയം വരുന്നുണ്ട് അല്ലെ. SLC ബുക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, SLC ബുക്ക് നമുക്ക് കിട്ടാത്തതാണ് അല്ലെ. അതായത് നമുക്ക് ഒറിജിനൽ SLC ബുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം, അത് നമുക്ക് SLC ബുക്ക് കിട്ടാനുള്ള 2 മാർഗങ്ങളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഡിജി ലോക്കറിൽ നിന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഈ റിസൾട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ടല്ലോ, ആ സൈറ്റിൽ നിന്ന് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് സ്വയം സാക്ഷ്യപ്പെടുത്തിയാൽ മതി. ഓക്കെ, നമ്മൾ തന്നെ അതിനിടയിൽ എന്താണ് സൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അത് സൈൻ ചെയ്യണം നിർബന്ധമില്ല. നിങ്ങൾ അത് വൃത്തിയിൽ അതിന്റെ ഒരു പിന്നെ കോപ്പി എടുത്തിട്ട് ഒന്ന് ക്രോപ്പ് ചെയ്ത് എടുത്താൽ മതി എന്നുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നീട് നമുക്ക് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അത് സ്കൂളിൽ ഹാജരാക്കിയാൽ മതിയാകും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും, എന്നാലും ഞാനതൊന്നുകൂടെ കാണിച്ചു അല്ലെങ്കിൽ പറഞ്ഞു തന്നു എന്നുള്ളൂ. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞത് നമുക്ക് അഡ്മിഷൻ കിട്ടിയാൽ നിർബന്ധമായിട്ട് എടുക്കണം എന്നുള്ളതാണ്. എനിക്ക് സ്കൂളിൽ പോവാൻ ഇഷ്ടമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മാറി നിൽക്കരുത്. ഓക്കെ, അവിടെ മാറി നിന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അലോട്ട്മെന്റിലോ ഒന്നും പങ്കെടുക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ നമ്മൾ പ്രൈവറ്റിലൊക്കെ പോയി പിന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ അത്തരം ചാൻസുകളൊക്കെ നഷ്ടമാകും. അതുകൊണ്ടാണ് അത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചത്. ഓക്കെ, ആരെങ്കിലും ഉപകാരപ്പെടുന്നവരുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ അറിയുന്ന ഏതെങ്കിലും ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പഠിക്കുന്ന മക്കളുടെ രക്ഷിതാക്കളൊക്കെ ഉണ്ടാവുമല്ലോ ഗ്രൂപ്പിൽ, അപ്പൊ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്താൽ ഉപകാരപ്പെടും. ഓക്കെ, ഇതറിയാതെ പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.